സുഷുമ്ന. എൻ്റെ പ്രിയപ്പെട്ട സുഷുമ്നക്രിയാ യോഗികളെ, നവരാത്രിയുടെ 6-ാം ദിവസം ദിവ്യജനനിയെ ദേവി കാർത്യായനിയായി ആരാധിക്കുന്നു. ദേവിയുടെ തിളക്കമുള്ള രൂപം ആന്തരിക ലോകത്തിൻ്റെ ഉണർവിനെ സൂചിപ്പിക്കുന്നു. ധ്യാനത്തിലൂടെ 3-ാം തൃക്കണ്ണ് സജീവമാകുമ്പോൾ അത് ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് അദൃശ്യമായ ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു. ആന്തരിക നയനം അസ്തിത്വത്തിൻ്റെ സൂക്ഷ്മമായ മാനങ്ങൾ വെളിപ്പെടുത്തുന്നു. അന്വേഷകന് സാധാരണ ധാരണയ്ക്കപ്പുറം സത്യം അനുഭവിക്കാൻ അനുവദിക്കുന്നു. തൃക്കണ്ണുകളുള്ള ദേവി 2 ശാരീരിക നയനങ്ങളും ഒരു ആന്തരിക നയനവുമുള്ള ഉയർന്ന കാഴ്ചയുടെ ഉണർവിനെ പ്രതീകപ്പെടുത്തുന്നു. കർമ്മഭാരത്തിൻ്റെ നാശകാരി എന്നും ദേവി അറിയപ്പെടുന്നു. നിരവധി ജന്മങ്ങളിൽ നിന്ന് നാം വഹിക്കുന്ന കർമ്മമുദ്രകൾ പലപ്പോഴും നമ്മെ ആവർത്തിച്ചുള്ള കഷ്ടപ്പാടുകളുടെ മാതൃകകളിലേക്ക് ബന്ധിപ്പിക്കുന്നു. പക്ഷേ ആന്തരിക ലോകം തുറക്കുമ്പോൾ ഈ മുദ്രകൾ പതുക്കെ അലിഞ്ഞു ചേരാൻ തുടങ്ങുന്നു. മനുഷ്യ മനസ്സ് അസ്വസ്ഥവും മേഘാവൃതവുമാണ്. നിരവധി മിഥ്യാധാരണകളും തെറ്റായ ആശയങ്ങളും സൃഷ്ടിക്കുന്നു. ഈ മിഥ്യാധാരണകൾ നമ്മുടെ ധാരണയെ മൂടുകയും അജ്ഞതയിലേക്ക് നമ്മെ ബന്ധിക്കുകയും ചെയ്യുന്നു. ദേവി കാർത്യായനി കൃപ ഈ മിഥ്യാധാരണകളുടെ ലയനത്തിലേക്ക് നയിച്ചേക്കാം. ദേവി പ്രതിനിധീകരിക്കുന്നത് 6-ാമത്തെ കേന്ദ്രമായ ആഗ്നേയചക്രത്തിൻ്റെ സജീവമാക്കലിനെയാണ്. ആജ്ഞ എന്നതിൻ്റെ അക്ഷരാർത്ഥത്തിൽ പുരികങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതും തലച്ചോറുമായി ബന്ധപ്പെട്ടതുമായ അജ്ഞത അല്ലെങ്കിൽ നിയന്ത്രണ സംവിധാനം എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ചക്രം അവബോധം, വ്യക്തത, ഉയർന്ന ബുദ്ധി എന്നിവയെ നിയന്ത്രിക്കുന്നു. അഗ്നി ഉണരുമ്പോൾ അന്വേഷകൻ സാധാരണ യുക്തിക്കപ്പുറത്തേക്ക് നേരിട്ടുള്ള ധാരണയിലേക്ക് നീങ്ങുന്നു. ദേവിയുടെ ശക്തി നിങ്ങളുടെ ആന്തരിക കാഴ്ചയെ ഉണർത്തുകയും ഭൂതകാലത്തിലെ കർമ്മഭാരങ്ങളെ ലയിപ്പിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ ഭക്തിയോടെ ഇരുന്ന് കീഴടങ്ങുക. ദിവ്യമാതാവിൻ്റെ കൃപ നിങ്ങളുടെ ആന്തരിക നേത്രത്തെ ഉണർത്താൻ അനുവദിക്കുക. വെളിച്ചവും വ്യക്തതയും സ്വാതന്ത്ര്യവും കൊണ്ടുവരിക. മംഗളം, നിത്യ ശുഭമംഗളം.